ആദ്യം വായനക്കാരിലേക്ക് എത്തി പിന്നീട് വെള്ളിത്തിരയിൽ തിളങ്ങിയ നിരവധി സിനിമകൾ നമുക്ക് മുൻപിൽ ഉദാഹരണങ്ങളായിട്ട് എപ്പോഴും ഉള്ളതാണ്. പലപ്പോഴും പല കഥകളും വായിക്കുമ്പോൾ വായനക്കാരായ നമുക്ക് തന്നെ തോന്നാറുമുണ്ട് ഈ കഥയൊന്ന് സിനിമയായിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. മലയാളത്തിൽ അങ്ങനെ നമ്മളൊക്കെ കാത്തിരുന്ന് പുറത്തു വന്ന ചിത്രമായിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം. 2025 നിന്നും 26 നമ്മൾ കടക്കുമ്പോൾ അത്തരത്തിൽ ചില നോവലുകൾ സിനിമയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. വിശ്വപ്രസിദ്ധമായ ക്ലാസിക്കുകൾ മുതൽ സമകാലിക ബെസ്റ്റ് സെല്ലറുകൾ വരെ ഈ വർഷം സ്ക്രീനുകളിൽ വിരുന്നെത്തുകയാണ്. വായനക്കാർ അത്തരത്തിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ചില ചലച്ചിത്ര വെബ് സീരീസ് ആവിഷ്കാരങ്ങളെ പറ്റി നമുക്കിനിയൊന്ന് നോക്കാം. ലിസ്റ്റിൽ ആദ്യത്തേത് ദ 7 ഡയൽസ് മിസ്റ്ററിയാണ്. ക്രൈം കഥകളുടെ രാജ്ഞിയായ അഗത ക്രിസ്റ്റിയുടെ പ്രശസ്തമായ നോവലാണ് ദ 7 ഡയൽസ് മിസ്റ്ററി. ഈ പുസ്തകത്തെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സ് ഒരുക്കുന്ന 3 പാർട്ട് സീരീസ് 2026 ജനുവരി 15 റിലീസ് ചെയ്യുക. ഒരു ഹൗസ് പാർട്ടിക്കിടെ നടക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്ന ലേഡി ഐലിയൻ ബ്രെന്റ് എന്ന യുവതിയുടെ പോരാട്ടമാണ് കഥയുടെ ഇതിവൃത്തം. ഹെലീന ബോൺഹാം കാർട്ടർ, മാർട്ടിൻ ഫ്രീമാൻ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരക്കുന്ന ഈ സീരീസ് മിസ്റ്ററി പ്രേമികൾക്ക് ഒരു വലിയ വിരുന്നായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. രണ്ടാമത്തേത് എമിലി ബ്രോണ്ടിയുടെ വൂതറിംഗ് ഹെയ്റ്റ്സ് ആണ്. ഒരു പ്രണയ നോവലായ വൂതറിംഗ് ഹെയ്റ്റ്സ് വീണ്ടും സിനിമയാവുകയാണ്. വാലന്റൈൻസ് ഡേക്ക് തൊട്ടു മുമ്പായി തിയേറ്ററുകളിലെത്തുന്ന ഈ ചിത്രം ക്ലാസിക് സാഹിത്യത്തെ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. സാൾട്ട്ബേൺ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ എമറാൾഡ് ഫെന്നനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. വാലന്റൈൻസ് ഡേയോട് ബന്ധപ്പെട്ടിറങ്ങുന്ന പ്രണയ ചിത്രം ആയതുകൊണ്ട് തന്നെ ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ള സാധ്യതയും വളരെ വലുതാണ്. അടുത്തത് യുവാക്കളുടെ പ്രിയ എഴുത്തുകാരിയായ കോളിൻ ഹൂവറിന്റെ ഒരു നോവലാണ് റിമൈൻഡേഴ്സ് ഓഫ് ഹിം. കോളിൻ ഹൂവറിന്റെ നോവലുകളൊക്കെ തന്നെ സിനിമാ ലോകത്തും വമ്പൻ ഹിറ്റാണെന്നതാണ് മറ്റൊരു കാര്യം. 7 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം തന്റെ മകളുമായി വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുന്ന കെന്ന എന്ന സ്ത്രീയുടെ വൈകാരികമായ കഥയാണ് റിമൈൻഡേഴ്സ് ഓഫ് ഹിം എന്ന നോവൽ പറഞ്ഞു വെക്കുന്നത്. പുസ്തകത്തിനെ ആസ്പദമാക്കിയുള്ള ചിത്രം പുറത്തിറങ്ങുന്നത് മാർച്ച് 13 കൈമ മൺറോ നായികയാകുന്ന ഈ ചിത്രം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അടുത്തതായി ഹോമറിന്റെ ദി ഒഡീസിയാണ്. വിഖ്യാത ഇതിഹാസമായ ഒഡീസിയുമായി ലോക പ്രശസ്ത സംവിധായകനായ ക്രിസ്റ്റഫർ നോളൻ എത്തുന്നു എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമാ വാർത്ത. മാറ്റ് ഡേമൺ, ടോം ഹോളണ്ട്, ആനി ഹാത്വേ, റോബർട്ട് പാറ്റിൻസൺ എന്നിങ്ങനെ വമ്പൻ താരനിര അണിനിരക്കുന്ന ഒരു ചിത്രം വിഷ്വൽ വിസ്മയമായിരിക്കുമെന്നതാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. ഗ്രീക്ക് പുരാണത്തിലെ സാഹസിക യാത്രകളെ നോളൻ എങ്ങനെയായിരിക്കും വെള്ളിത്തിരയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. സംവിധായകൻ നോളൻ ആയതുകൊണ്ട് തന്നെ ഒഡീസിയിൽ വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നതിലും തെറ്റില്ല. വെറൈറ്റിയാണ് വെള്ളിത്തിരയിലേക്ക് അടുത്തതായി എത്തുന്ന മറ്റൊരു നോവൽ. കോളിൻ ഹൂവറിന്റെ പ്രശസ്തമായ സൈക്കോളജിക്കൽ ത്രില്ലർ പുസ്തകമാണ് വെറൈറ്റി. ഒരു എഴുത്തുകാരി പ്രശസ്തയായ മറ്റൊരു എഴുത്തുകാരിക്ക് വേണ്ടി ഗോസ്റ്റ് റൈറ്ററായി ജോലി ചെയ്യുന്നതും തുടർന്ന് ആ വീട്ടിലെ ഭയാനകമായ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതുമൊക്കെയാണ് ഈ കഥയുടെ ഇതിവൃത്തം. പുസ്തകത്തിനെ ആസ്പദമാക്കിയ ചലച്ചിത്രം ഒക്ടോബറിൽ റിലീസ് ചെയ്യുമെന്നാണ് കരുതുന്നത്. ആനി ഹാത്വേ, ഡക്കോട്ട ജോൺസൺ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. 2026 നോവലിൽ നിന്ന് വെള്ളിത്തിരയിലേക്ക് എത്താൻ പോകുന്ന കഥകളൊക്കെ ഒന്നിനൊന്ന് മികച്ചതാണെന്നതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ നൽകുന്ന സൂചന. ഇതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.